അമ്മേ, പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മാധ്യസ്ഥം തേടിത്തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ, പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7-ാം തീയതി ഉച്ച കഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ വസ്തുനിഷ്ഠവും ദൈവശാസ്ത്ര വിധിപ്രകാരമുള്ളതുമായ അന്വേഷണ പഠനങ്ങൾ നടത്തി ആ പ്രത്യക്ഷപ്പെടലിലൂടെ പ്രകടമായ ദൈവമാതാവിൻ്റെ പ്രത്യേക കരുതലും സംരക്ഷണവും വെളിപ്പെടുത്തുന്ന പീഡിതരുടെ ആശ്വാസവും പ്രവാചകന്മാരുടെ രാജ്ഞിയും വാഗ്ദാനത്തിൻ്റെ പേടകവും പ്രപഞ്ചപ്രകൃതിയുടെ മാതാവുമായ പരിശുദ്ധ അമ്മയുടെ ഭക്തി തിരുസഭയിൽ കൂടുതൽ പ്രചരിച്ച് ജീവിതത്തിൻ്റെ ദുരന്ത അവസ്ഥകളിൽ അകപ്പെട്ടു കഴിയുന്ന അനേകായിരം മക്കൾക്ക് ദൈവത്തിൻ്റെ സാന്നിധ്യവും സന്ധിപ്പും കൂടുതൽ അനുഭവിക്കുക വഴി ആത്മീയ വിശുദ്ധിയും ദൈവശക്തിയും കൈവരിക്കുവാൻ ഞങ്ങളുടെ കുടുംബങ്ങളെ ഇടയാക്കണമേ. അമ്മേ, പരിശുദ്ധ അമ്മേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധ അമ്മേ, ജപമാല മാതാവേ, സകല കൃപാസന പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിൻ്റെ പ്രത്യേക നിയോഗവും ഇവിടെ നിങ്ങളുടെ കുടുംബത്തിൻ്റെ നിങ്ങളുടെ വ്യക്തിപരമായ നിയോഗങ്ങൾ സമർപ്പിക്കുക. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യാമറിയത്തിൽ നിന്ന് പിറന്ന് പന്തിയോസ് പീലാത്തോസിൻ്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ചു അടക്കപ്പെട്ട് പാതാളത്തിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്നും 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലതുഭാഗത്ത് ഇരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്ക സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിൻ്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരേണമേ.
അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകുറ്റങ്ങൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തല്ലേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തിനും തമ്പുരാനോട് അപേക്ഷ കൊള്ളണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പരിശുദ്ധ അമ്മേ, കൃപാസന പ്രസാദവരമാതാവേ, ഏറ്റവും വലിയ സ്നേഹത്തോടെ ഞങ്ങൾ ഇതാ അമ്മയോട് പ്രാർത്ഥിപ്പാനായി കടന്നു വന്നിരിക്കുന്നു. അമ്മേ മാതാവേ, ഞങ്ങളുടെ ജീവിതത്തിൻ്റെ അഭയവും പ്രതീക്ഷയും അമ്മയാണല്ലോ. ഞങ്ങളെ അമ്മയുടെ ഹൃദയത്തോട് ചേർത്ത് വയ്ക്കണമേ. ആകുലതകളും പ്രതിസന്ധികളും നിറഞ്ഞ ഞങ്ങളുടെ ജീവിതത്തിന് കാവലായി കൂടെ നിൽക്കണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ഈ സമൂഹം വളരെ അധികം പാപകരമായ അവസ്ഥയിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അമ്മേ, ഞങ്ങൾക്ക് അങ്ങ് സംരക്ഷണം നൽകണമേ. ഞങ്ങളെ ഓരോരുത്തരെയും കാവൽ മാലാഖമാരാൽ കാത്തുകൊള്ളണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ഞങ്ങൾ ഇതാ ഈ പ്രാർത്ഥനയിലൂടെ ഞങ്ങളുടെ കുടുംബത്തെ അമ്മയ്ക്ക് കാണിക്കയായി സമർപ്പിക്കുന്നു. ഞങ്ങളുടെ ഭവനത്തിലേക്ക് അങ്ങ് കടന്നു വരണമേ. ഞങ്ങളുടെ ഭവനത്തിലായിരിക്കുന്ന ഞങ്ങളുടെ മാതാപിതാക്കൾ, മക്കൾ, സഹോദരങ്ങൾ, ഭർത്താവ്, ഞങ്ങൾക്ക് പ്രിയപ്പെട്ടവർ എല്ലാവരെയും അമ്മ കാത്തുകൊള്ളണമേ. പരിശുദ്ധ അമ്മേ, ഞങ്ങളുടെ രോഗാവസ്ഥകളെ ഞങ്ങളിൽ നിന്ന് മാറ്റിത്തരണമേ. അമ്മേ മാതാവേ, കണ്ണുനീരിൽ കഴിയുന്ന കുടുംബങ്ങൾക്ക് ആശ്വാസമായി അമ്മ എഴുന്നള്ളി വരണമേ. അവരുടെ ജീവിതത്തിലെ എല്ലാ ബുദ്ധിമുട്ടുകളും വേദനകളും എല്ലാ ആവശ്യങ്ങളും അമ്മ അറിഞ്ഞ് അവരെ സഹായിക്കണമേ. നിർമ്മലമായ ഒരു ഹൃദയം ഞങ്ങളിൽ മെനഞ്ഞെടുക്കണമേ. ഞങ്ങളിലുള്ള പാപകരമായ അവസ്ഥകളെ ഞങ്ങളിൽ നിന്ന് മാറ്റിത്തരണമേ. ദൈവമാതാവേ, ഞങ്ങൾ അങ്ങേക്ക് വേണ്ടി പ്രേക്ഷിത വേലകൾ ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് കാവലായി വഴികാട്ടിയായി അമ്മ ഞങ്ങൾക്ക് മുൻപേ നടക്കണമേ. ഈശോയെ മറ്റുള്ളവർക്ക് പങ്കുവയ്ക്കുവാനും ഈശോയുടെ സ്നേഹം മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുവാനുമുള്ള വലിയ കൃപാവരം അമ്മ ഞങ്ങൾക്കായി നൽകണമേ. അമ്മേ, ഞങ്ങൾ പാപികളാണ്. കുറ്റങ്ങളും കുറവുകളും വളരെ അധികം ഉള്ളവരാണ്. എങ്കിലും ഞങ്ങൾ അമ്മയുടെ മക്കളാണ്. അമ്മേ, ഞങ്ങളെ പാപത്തിൽ നിന്ന് വിടുവിക്കണമേ. ഞങ്ങളെ അങ്ങേ പുത്രൻ്റെ തിരുരക്തത്താൽ കഴുകി വിശുദ്ധീകരിക്കണമേ. രോഗക്കിടക്കയിൽ ആയിരിക്കുന്നവരുടെ അരികിലേക്ക് അമ്മ കടന്നു ചെല്ലണമേ.
അവരെ ആ രോഗാവസ്ഥകളിൽ നിന്ന് വിടുവിച്ച് അവരെ എഴുന്നേൽപ്പിക്കണമേ. പരിശുദ്ധ അമ്മേ, കൃപാസനം മാതാവേ, ജോലിയില്ലാതെ ഭാരപ്പെടുന്ന മക്കൾക്ക് അനുയോജ്യമായ ജോലി കൊടുത്ത് അനുഗ്രഹിക്കണമേ. കടബാധ്യതയാൽ കഷ്ടപ്പെടുന്നവരെ അമ്മ സഹായിക്കണമേ. ഭവനമില്ലാതെ ഭാരപ്പെടുന്ന മക്കൾക്ക് അമ്മ ഒരു ഭവനം കൊടുത്ത് അനുഗ്രഹിക്കണമേ. അമ്മേ, ഈ ലോകത്ത് ജീവിക്കുന്നവർക്ക് അടച്ചുറപ്പുള്ള ഒരു ഭവനം ആവശ്യമാണ്. അമ്മേ, ഭവനപ്പണി പൂർത്തിയാകാൻ കഴിയാതെ വാടക വീടുകളിലായി സങ്കടത്തിൽ കഴിയുന്ന ഒട്ടേറെ മക്കളുണ്ട്. അവർക്ക് ആശ്രയമായി ആശ്വാസമായി അങ്ങ് എഴുന്നള്ളി വരേണമേ. അവരുടെ ഭവനം അതിവേഗം പൂർത്തീകരിക്കുവാനുള്ള വഴികൾ അവർക്കായി തുറന്നു കൊടുക്കണമേ. ബാങ്ക് ലോണുകളാൽ ബുദ്ധിമുട്ടുന്ന മക്കൾക്ക് ലോൺ അടച്ചു തീർക്കുവാനുള്ള വഴിയും വാതിലുകളും തുറന്നു കൊടുക്കണമേ. പരിശുദ്ധ അമ്മേ, പഠിക്കുന്ന കുഞ്ഞുങ്ങളെ അമ്മയുടെ കൈകളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പരീക്ഷയുടെ കാലഘട്ടമാണല്ലോ അമ്മേ. പഠിക്കാൻ ബുദ്ധിക്കുറവുള്ള പ്രയാസപ്പെടുന്ന നിരവധി മക്കളുണ്ടമ്മേ. അവരുടെ ബുദ്ധിക്ക് ഉണർവ് കൊടുക്കണമേ. അവരുടെ ജ്ഞാനത്തെ ഉണർത്തണമേ. അവരെ അമ്മ അനുഗ്രഹിക്കണമേ. പരീക്ഷ എഴുതി നല്ല റിസൾട്ട് നേടുവാൻ അമ്മ അവരെ ഓരോരുത്തരെയും സഹായിക്കണമേ. അവർ പരീക്ഷ എഴുതുന്ന സമയങ്ങളിൽ അമ്മ അവരുടെ കൂടെ നിന്ന് അവർക്ക് കാവലായി നിൽക്കണമേ. എഴുതേണ്ട കാര്യങ്ങളെ അവരുടെ ബുദ്ധിയിൽ പ്രകാശിപ്പിക്കണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ഞങ്ങളുടെ ഓരോ കുഞ്ഞുങ്ങളും നാളേക്ക് വേണ്ടുന്ന മക്കളായിരിക്കാൻ, ദൈവത്തിന് വേണ്ടുന്ന മക്കളായിരിക്കാൻ, ദൈവിക പൈതങ്ങളായിരിക്കാൻ അമ്മ ഒരുക്കണമേ. ഒരു ദുഷ്ടൻ പോലും ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ കണ്ണുവയ്ക്കാൻ അനുവദിക്കരുതേ. എപ്പോഴും അവർക്ക് കാവലായി കൂടെ ഉണ്ടാകണമേ. പരിശുദ്ധ അമ്മേ, ദൈവത്തിനു വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ട വൈദികരെയും സന്യസ്തരെയും പ്രേക്ഷിത വേലയ്ക്കായി തിരഞ്ഞെടുക്കപ്പെട്ട മക്കളെയും ഞങ്ങളിതാ അമ്മയിലൂടെ ഈശോയ്ക്ക് സമർപ്പിക്കുന്നു. ഈശോ നാഥ, അവർക്ക് കാവലായി കൂടെ നിൽക്കണമേ. ഈ ലോകത്ത് ദൈവവേല ചെയ്യുന്ന മക്കൾ ദിനംതോറും അകാരണമായി മരണപ്പെടുകയാണ്. മാതാവേ, അവർക്കെല്ലാം കാവലായി അമ്മ കൂടെ ഉണ്ടാകണമേ. ഈശോനാഥ, ഒരു പൈശാചിക ശക്തി പോലും അവരെ നോട്ടമിടുവാൻ അനുവദിക്കരുതേ. ഒരു ദുഷ്ടൻ പോലും അവരെ നോട്ടമിടുവാൻ അനുവദിക്കരുതേ. എപ്പോഴും അമ്മയുടെ നീല മേലങ്കിക്കുള്ളിൽ അവരെ പൊതിഞ്ഞുകൊള്ളണമേ. കൃപാസന പ്രസാദപരമാതാവേ, എൻ്റെ പ്രാർത്ഥന കേൾക്കുകയും സ്വർഗീയ സിംഹാസനത്തിനു മുൻപിൽ എനിക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുകയും ചെയ്യണമേ. പരമോന്നത സൃഷ്ടാവ് തൻ്റെ അനന്തമായ ജ്ഞാനത്തിൽ എൻ്റെ വാക്കുകൾ കേൾക്കുകയും എൻ്റെ ജീവിതത്തിനായുള്ള അവൻ്റെ തികഞ്ഞ പദ്ധതിയിൽ ഞാൻ ആഗ്രഹിക്കുന്ന അനുഗ്രഹങ്ങൾ എനിക്ക് നൽകുകയും ചെയ്യട്ടെ. പരിശുദ്ധ മാതാവേ, ഞാൻ എൻ്റെ സ്വപ്നങ്ങളും എൻ്റെ ആഗ്രഹങ്ങളും പ്രതീക്ഷകളും
അമ്മയെ ഏൽപ്പിക്കുന്നു. അമ്മയുടെ മാധ്യസ്ഥം എൻ്റെ പാതയിൽ നിന്ന് നീക്കം ചെയ്യപ്പെടുന്നതിൽ നിന്ന് എല്ലാ തിന്മകളിലും എന്നിൽ നിന്ന് അകന്നു പോകുവാൻ ഇടയാകട്ടെ. എൻ്റെ ജീവിതത്തിൽ അമ്മയുടെ നിരന്തരമായ സാന്നിധ്യത്തിന് എൻ്റെ ഹൃദയത്തിൽ ഞാൻ നന്ദിയോടെ ഓർക്കുന്നു. പരിശുദ്ധ മാതാവേ, ഓരോ ചുവടിലും എന്നെ നയിക്കുകയും സ്നേഹവും സമാധാനവും സമൃദ്ധിയും കൊണ്ട് നിറയ്ക്കുകയും ചെയ്യുന്ന അമ്മയുടെ പ്രകാശം ഞങ്ങളിലും ഞങ്ങളുടെ ഭവനങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. സ്നേഹമുള്ള മാതാവേ, എൻ്റെ പ്രാർത്ഥന ഞാൻ തുടരുന്നു. അമ്മയുടെ ശക്തമായ മധ്യസ്ഥതയിലും ദൈവത്തിൻ്റെ അനന്തമായ കാരുണ്യത്തിലും വിശ്വസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ആത്മാവിനെ അമ്മയിലേക്ക് ഉയർത്തുന്നു. സ്വർഗീയ മാതാവേ, എൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളും ഐശ്വര്യം കൊണ്ട് അനുഗ്രഹം കൊണ്ട് നിറയ്ക്കണമേ. പരിശുദ്ധ മാതാവേ, വൈകാരിക ബന്ധത്തിലും ആത്മീയ മേഖലകളിലും വിജയവും നേട്ടവും കൊണ്ട് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അമ്മയുടെ ദിവ്യപ്രകാശം ഞങ്ങളുടെ പാതയെ മറികടക്കുന്ന സംശയത്തിൻ്റെയും ഭയത്തിൻ്റെയും എല്ലാ നിഴലുകളും ഇല്ലാതാക്കട്ടെ. ഞങ്ങൾ അഭിമുഖീകരിക്കുന്ന പ്രതിബന്ധങ്ങളെയും പ്രതികൂല സാഹചര്യങ്ങളെയും ആത്മവിശ്വാസത്തോടെയും സഹിഷ്ണുതയോടെയും അതിജീവിക്കുവാനുള്ള അമ്മയുടെ ശക്തിയെ ഞാൻ സ്തുതിക്കുന്നു. പരിശുദ്ധ അമ്മേ, എൻ്റെ ജീവിതത്തിനും ഐശ്വര്യത്തിനുമായുള്ള എൻ്റെ അന്വേഷണത്തിന് ഭീഷണിയായ എല്ലാ തിന്മയ്ക്കെതിരായും ആവശ്യമായ സംരക്ഷണം നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൃശ്യവും അദൃശ്യവുമായ അപകടങ്ങളിൽ നിന്ന് ഞങ്ങളെ കാത്തു സൂക്ഷിക്കണമേ. അമ്മയുടെ വിശുദ്ധമായ മേലങ്കിയാൽ ഞങ്ങളെ പൊതിയണമേ. അസാധ്യകാര്യങ്ങളുടെ അമ്മേ, അത്യാഗ്രഹത്തിൻ്റെയും പ്രലോഭനങ്ങളെയും നേരിടുവാനുള്ള ആത്മീയ ശക്തി ഞങ്ങളുടെ പ്രാർത്ഥനയിലൂടെ ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങൾക്ക് ലഭിക്കുന്ന എല്ലാ കാര്യങ്ങളിലും നന്ദിയുള്ളവരായിരിക്കാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. എളിമയോടും വിശ്വാസത്തോടും കൂടി അസാധ്യ കാര്യങ്ങളുടെ മാതാവേ, ഞാൻ അമ്മയിൽ വിശ്വസിക്കുന്നു. എൻ്റെ ഹൃദയത്തിൻ്റെ ആഗ്രഹങ്ങൾ ദൈവത്തിൻ്റെ സിംഹാസനത്തിനു മുൻപിൽ സമർപ്പിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അമ്മയുടെ അനുഗ്രഹവും സ്നേഹവും എന്നെയും എൻ്റെ ഭവനത്തെയും എപ്പോഴും ഐശ്വര്യത്തിലേക്കും പൂർത്തീകരണത്തിലേക്കും നയിക്കട്ടെ. പരിശുദ്ധ മാതാവേ, ജീവിതത്തിലെ പ്രതികൂല സാഹചര്യങ്ങളിൽ വെല്ലുവിളികളിലും ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. തടസ്സങ്ങളെ നേരിടുവാൻ ഞങ്ങൾക്ക് ധൈര്യം നൽകണമേ. എല്ലാം ബുദ്ധിമുട്ടാണെന്ന് തോന്നുമ്പോഴും ഉറച്ചു നിൽക്കുവാനുള്ള വിശ്വാസവും ദൈവിക സഹായത്താൽ എല്ലാം സാധ്യമാണെന്ന് വിശ്വസിക്കുവാനും ഞങ്ങളെ പഠിപ്പിക്കണമേ. അസാധ്യകാര്യങ്ങളുടെ മാതാവേ, ആർദ്രതയുടെ അമ്മേ, ദുഃഖം അനുഭവിക്കുന്നവരുടെ അഭയമായ പരിശുദ്ധ മാതാവേ, എൻ്റെ പ്രാർത്ഥന സ്വീകരിച്ച് അത്യുന്നതനിൽ സമർപ്പിക്കണമേ. ആമേൻ. വിശുദ്ധ യൗസേപ്പിതാവിൻ്റെ വണക്കമാസം 12-ാം ദിവസം. ജപം. തിരുക്കുടുംബത്തിൻ്റെ പാലകനായ വിശുദ്ധ യൗസേപ്പെ, അങ്ങ് അനേകം അപകടങ്ങളിൽ നിന്നും ദിവ്യ ശിശുവിനെ സംരക്ഷിച്ചു. ഇന്ന് മിശിഹായുടെ ഭൗതിക ശരീരമായ തിരുസഭയ്ക്ക് അനേകം അപകടങ്ങളെയും ഭീഷണികളെയും വെല്ലുവിളികളെയും
അഭിമുഖീകരിക്കേണ്ടതായിട്ടുണ്ട്. അവയെല്ലാം വിജയപൂർവം തരണം ചെയ്യുവാനും ദൈവജനത്തെ സ്വർഗീയ ഭാഗ്യത്തിലേക്ക് സുരക്ഷിതരായി നയിക്കുവാനും വേണ്ട അനുഗ്രഹം അങ്ങ് ദിവ്യകുമാരനോട് അപേക്ഷിച്ച് നൽകണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നന്ന് വേണ്ടുന്ന ആഹാരം ഇന്നും ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പ്രാർത്ഥിക്കാം. അത്യന്തം നിർമ്മലയായ പരിശുദ്ധ കന്യകയ്ക്ക് ഭർത്താവായി നീതിമാനും വിവേകിയും വിശുദ്ധനുമായ യൗസേപ്പിനെ തെരഞ്ഞെടുത്ത ദൈവമേ, ജീവിതത്തിൻ്റെ പ്രയാസങ്ങളിലും വേദനകളിലും മുഴുകിയിരിക്കുന്ന ഞങ്ങൾക്ക് ആശ്വാസവും ആശ്രയവും നൽകുന്ന പിതാവായി അദ്ദേഹത്തെ നിശ്ചയിച്ചതിൽ ഞങ്ങൾ നന്ദി പറയുന്നു. ഈ പിതാവിൻ്റെ മാധ്യസ്ഥം വഴി എല്ലാ അനുഗ്രഹങ്ങളും ഞങ്ങൾക്ക് നൽകണമെന്ന് അപേക്ഷിക്കുന്നു. സുകൃതജപം. തിരുസഭയുടെ പാലക, ദൈവജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കണമേ.